രജിൻ, ഇതാണ് രാജ്യത്തെ യുവാക്കളോടും പറയാനുള്ളത്. നോക്കൂ, ബംഗ്ലാദേശ് പോലെ അസ്ഥിരമായ ഒരു രാജ്യമാകാൻ ഭാരതം അത്തരത്തിലാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നേപ്പാളിൽ നമ്മൾ കണ്ട ജൻസി പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിൻ്റെയൊക്കെ ഒരു മാതൃകയിലാണ് ഇന്നലെ രാജ്യ തലസ്ഥാനത്ത് അരങ്ങേറിയ ചില സംഭവ വികാസങ്ങൾ. അതിൽ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളാണൊന്ന് കൊണ്ടുവരികയാണ്. നോക്കൂ, അവിടെ ഇന്റർനെറ്റ് ബാൻ ഉണ്ടായാൽ ബ്രയാർ അതുപോലെ ബിറ്റ്ചാറ്റ് പോലുള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തു നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കൂ എന്നുള്ള മെസ്സേജ് ഈ JNUവിൻ്റെയൊക്കെ സൻസദ് ചലോ കോർഡിനേഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിക്കുകയാണ്. മാത്രവുമല്ല, ഒരു ജീവൻ വെടിയാൻ പോലും തയ്യാറാകൂ എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയരുകയാണ്. അത് ഈ സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി അവരെ തട്ടി താഴെയിടാൻ എളുപ്പമാകും എന്ന് പറയുക വരെ ചെയ്യുകയാണ്. ഇതിലാണ് കൃത്യമായ ഒരു രാജ്യവിരുദ്ധത ഒളിഞ്ഞിരിക്കുന്നത്. നേപ്പാൾ പോലെ ബംഗ്ലാദേശ് പോലെ അസ്ഥിരമാകാൻ, ഈ രാജ്യം അസ്ഥിരമാകാൻ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? നോക്കൂ നിലിമ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ വലുതായിട്ട് നടന്നിട്ടില്ല. അവിടെ എന്താണ് ഇന്നലെ നടന്നത്? അതുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭം നടക്കുന്നു. ആ പ്രക്ഷോഭത്തെ ഞാൻ പറയട്ടെ, നേപ്പാളിന്റെയും ബംഗ്ലാദേശിന്റെയും കാര്യം അവിടെ നിൽക്കട്ടെ, അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം. ഇന്നലെ നിങ്ങൾ ഒത്തിരി സംസാരിക്കുന്നുണ്ടല്ലോ, വേറെ രീതിയിലേക്ക് വേറെ തലത്തിലേക്ക് ഒരു സമരത്തെ കൊണ്ട് കെട്ടാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നടന്ന സമരം എന്താണ്? ആ സമരം ദൃശ്യമാധ്യമങ്ങളോട് നമ്മളെല്ലാവരും കാണുന്നതാണല്ലോ. അരിയാഹാരം കഴിക്കുന്നവരൊക്കെ ആണല്ലോ നമ്മളെല്ലാം. ആ സമരത്തുമായി ബന്ധപ്പെട്ട് അവിടെ അടിച്ചമർത്താൻ നോക്കുന്ന പോലീസ് സംവിധാനവും അതുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന പ്രതിഷേധങ്ങളുമാണ് അവിടെ കണ്ടുകൊണ്ടിരുന്നത്. അത് എല്ലാ നാട്ടിലും ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ മാത്രമാണ് അവിടെ നടന്നത്. നിലവിൽ ഒരു ഉദാഹരണം പറയാം. ശബരിമലയിലെ ഈ പറയുന്ന യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ആ സമരവുമായി ബന്ധപ്പെട്ട് പങ്കെടുത്ത ഒരാളാണ് ഞാൻ. നിലയ്ക്കലൊരു സമരം നടക്കുന്നുണ്ടായിരുന്നു. നിലയ്ക്കൽ സമരം, നിലയ്ക്കൽ ഇതുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട്, നിലയ്ക്കൽ സമരമല്ല ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു സമരം നടക്കുന്നുണ്ട്. മനഃപൂർവ്വം അന്നത്തെ ഗവൺമെന്റ് അവിടെ പ്രക്ഷോഭം ഉണ്ടാക്കിയായിരുന്നു. അവിടെ ഈ പറയുന്ന BJP-കാരെന്നോ കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരെന്നോ ഒന്നുമില്ല. അവിടെ മനഃപൂർവ്വമായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ടിരുന്നത് ഭക്തജനങ്ങൾ എന്ന രീതിയിലേക്ക് ഒരു കൂട്ടായ്മയുടെ പേരിൽ അങ്ങനെ സമരം നടക്കുക. പിറ്റേ ദിവസം ഈ പറയുന്ന ഇന്ന് നിങ്ങൾ ഡൽഹി കാണിച്ച അതേപോലെ തന്നെ ഈ പറയുന്ന CCTV-യിൽ നിന്നും പടങ്ങളൊക്കെ വെട്ടിയെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ എന്തോ അന്ന് പറയുന്നത് വേറെ രീതിയിൽ, അത് കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന് ഇപ്പൊ ഈ പറയുന്ന വേറൊരു തീവ്രവാദത്തിന്റെ പേരിൽ ആൾക്കാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അതുമായി ബന്ധപ്പെട്ട് ആ സമരത്തെ ഒതുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആ സമരവുമായി ബന്ധപ്പെട്ട എത്രയോ ആളുകളെ പിടിച്ച് ജയിലിലടച്ചതുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്രയോ ചർച്ചകൾ നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സമരം, ആ സമരമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സമരം അവിടെ ആവശ്യകതയായിരുന്നു. ആ സമരം അവിടെ നടക്കുകയാണ്. ഇവിടെയും ഈ ഡൽഹിയിലും ഈ പറയുന്ന സമരമാണ് നടന്നത്. ഈ സമരവുമായി ബന്ധപ്പെട്ട് അതിനെ വേറൊരു റൂട്ടിലേക്ക് കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ മാത്രമേ ഉള്ളൂ. ഇന്ന് നടന്നത് എന്താണ്? ഇന്ത്യയുടെ പ്രതിപക്ഷത്തിന് ഒരു ബഹുമാനവും കൊടുക്കാത്ത രീതിയിലേക്കുള്ള കേന്ദ്ര ഗവൺമെന്റ് നടപടിയല്ലേ ഈ കൊടിക്കുന്നിൽ സുരേഷും കേരളത്തിന്റെ മന്ത്രിയായ ഉൾപ്പെടെയുള്ളവരെ ആദ്യം അറസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഈ സമയക്കുറവ് കൊണ്ട് കൂടിയാണ് ഇടപെടുന്നത്. ജിതേന്ദ്ര സിംഗ് വന്നത് എന്തിനായിരുന്നു കേന്ദ്രമന്ത്രി? ബന്ധപ്പെട്ട് നിൽക്കുന്ന മന്ത്രിയാണെന്ന് നമുക്കറിയാം. അതല്ല ഞാൻ പറയട്ടെ, ഈ പറയുന്ന ആദ്യം തന്നെ കൊടിക്കുന്നിൽ സുരേഷിനെയും PC വിശ്വനാഥിനെയും പോലെയുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന ഡീൻ കുര്യാക്കോസിനെ പോലെയുള്ള ആളുകളെ രാവിലെ അറസ്റ്റ് ചെയ്ത് 40 കിലോമീറ്റർ അപ്പുറം ഉള്ള ഹരിയാനയുടെ ബോർഡറിലേക്ക് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവരെന്ത് തെറ്റാണ് ചെയ്തത്? അവരെന്ത് തെറ്റാണ് ഈ പറയുന്ന കാപ്പ കേസിലെ പ്രതികളാണോ? അവര് ജനാധിപത്യ പോലത്തിലുള്ള സമരങ്ങളിൽ പങ്കെടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ കാണുവാൻ വേണ്ടി ഈ പറയുന്ന ജനപ്രതിനിധികളല്ലേ അവര്? ഓടിപ്പൊളിച്ചു വന്നവരൊന്നല്ലോ, അവരോട് പോലും ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഈ പറയുന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമരങ്ങൾ കണ്ടതാണല്ലോ കേരളത്തിൽ. ആശാ സമരമൊക്കെ കണ്ടാണല്ലോ നമ്മള്. നിങ്ങളുടെ നേതാവ് ആദ്യം വെച്ച ആവശ്യത്തിൽ നിന്നും അത് അംഗീകരിക്കാമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. പക്ഷേ അത് സ്വീകാര്യമല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവിടെ സംഘർഷങ്ങൾ ഉളവാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. മിഥുൻ, തുടരൂ. നോക്കൂ, അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യമാണ്. സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ വളരെ ചുരുക്കം ഒരു കാര്യം ചോദിക്കാം. ഈ സമരം നടത്താൻ വേണ്ടിയിട്ട്, ഈ സാൻസദ് ചലോ മാർച്ചിന് വേണ്ടിയിട്ട് പോലീസിന്റെ ഒരു NOC അവർ വാങ്ങിയിട്ടുണ്ടോ ഈ പ്രതിഷേധിക്കുന്ന ആളുകൾ? 118ഓളം പോലീസിന്റെയും പാരാമിലിറ്ററി ആളുകളുടെയും കയ്യും കാലും തല്ലിയൊടച്ച് അവർ വലിയ രീതിയിൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള അവസ്ഥയിൽ കിടക്കുന്നുണ്ട്. സ്പെഷ്യൽ കമ്മീഷണർ, ജോയിന്റ് കമ്മീഷണർ ലെവലുള്ള ആളുകൾ ഈ ഡെപ്യൂട്ടി കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ, ഈ ലെവലിലൊക്കെ ഉള്ള ആളുകളൊക്കെ പരിക്കേറ്റ് കിടക്കുകയാണ് ക്ലാഷിൽ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് താങ്കൾ ഇതിന് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് ആണ്, ഡീൻ കുര്യാക്കോസ് ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നത്. പോലീസ് പിന്നെ തല്ലുകൊണ്ട് നിൽക്കണം ഇവിടെ പ്രൊട്ടസ്റ്റേഴ്സിന്റെ.
ഈ പറഞ്ഞ ഗവൺമെന്റ് വാഹനങ്ങൾ മാത്രമല്ല മിഥുൻ, ഞാനൊന്ന് ഒന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് ചർച്ച ഒന്ന് വൈൻഡപ്പ് ചെയ്യണം. 15 മുതൽ 20ഓളം ഗവൺമെന്റ് വാഹനങ്ങൾ. അല്ല, അദ്ദേഹം പറയണേ, അദ്ദേഹം ഒരു രാഷ്ട്രീയ നിരീക്ഷകനല്ല. അദ്ദേഹം പറയുന്നത് ഈ നാട്ടിൽ നടക്കുന്ന സമരങ്ങൾക്കെല്ലാം അംഗീകാരം വാങ്ങിച്ചുകൊണ്ട് നടക്കുന്നവരാ. അപ്പോഴേ ഞങ്ങൾ സമര സംഘടനയായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അംഗീകരിച്ചു പോകാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷക, ഞാൻ പറയട്ടെ, ഇവർക്ക് അംഗീകാരം കിട്ടാത്ത അംഗീകാരത്തിന് പോരാട്ടമാണോ? ഇതുമായി ബന്ധപ്പെട്ട് പലതവണയല്ലേ കടന്നു കയറിയാൽ ഇതിലപ്പുറവും സംഭവിക്കും. ശ്രീ രജിൻ, അത് നിങ്ങൾ ഭരിക്കുന്ന കാലത്തും ഇതിനപ്പുറവും ചെയ്തിട്ടുണ്ട്. അല്ല, ഒരു കാര്യം പറയാം. ഈ പാർലമെന്റ് കൂടെ സമ്മേളനങ്ങളിൽ നീറ്റിൽ മാത്രമല്ല, നീറ്റിൽ പാവപ്പെട്ട കുട്ടികളുടെ ഗുരുതി കൊടുത്ത കുട്ടികൾ മാത്രമല്ല, രാമന്റെ സ്വത്തടിച്ചുകൊണ്ടുപോയ ഗവൺമെന്റിനെതിരെയുള്ള രാമജന്മഭൂമി തീർത്ത പ്രശ്നം ഉണ്ടാക്കിയ ഗവൺമെന്റ് അതിന് വഴിയൊരുക്കി കൊടുത്ത പ്രധാനമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം ഉണ്ടാവും പാർലമെന്റിൽ. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കിയോ? ശബരിമല മാത്രമല്ല ഞങ്ങൾ പ്രതിഷേധിക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള പ്രതിഷേധങ്ങളും ഈ പറയുന്ന പാർലമെന്റ് ഉണ്ടാകുന്ന കാര്യം പറയുന്നത്. അഡ്വക്കേറ്റ് വി.പി. ശ്രീപത്മനാഭൻ, നമുക്കൊന്ന് പുറകിലോട്ട് പോകണം. ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് ഈ ഏറ്റവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആ സമയത്ത് ഉണ്ടായ ഒരു പ്രസ്താവനയാണ്. അത് ഡൊണാൾഡ് ട്രംപിന്റെയാണ്. ഈ രാജ്യത്തെ ജനവിധി അട്ടിമറിക്കാൻ വേണ്ടി, എതിരാക്കാൻ വേണ്ടി ഇവിടുത്തെ NGOസിന് ലഭിച്ചത് 21 മില്യൺ US ഡോളറാണ് എന്നുള്ള കാര്യം ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് പുറത്തുവിട്ടത്. അപ്പോൾ ഇവിടുത്തെ NGOകളുടെ ലക്ഷ്യം എന്താണ്? ഈ NGOകൾക്ക് ഫണ്ട് വരുന്ന വഴിയും നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകുന്നില്ലേ? അല്ല, ഈ സമരം ഞാനതല്ലേ തുടക്കത്തിൽ പറഞ്ഞത്. ഇത് നീറ്റൊന്നും അല്ലാന്ന്, ഇത് FCRA സമരമാണ്. വിദേശ വരുന്ന പൈസ തിന്ന് കൊഴുത്ത് തടിച്ച് അധ്വാനിക്കാതെ ജീവിക്കുന്ന കുറേ സാധനങ്ങൾ ഈ രാജ്യത്തുണ്ട്. അവരുടെയൊക്കെ ആശ്രയമാണ് ഇപ്പോൾ കോൺഗ്രസ്. വേറെ ആരും അവരെ കൂട്ടൂല. BJP അവിടെ കൂട്ടുമോ? അപ്പോൾ അവരുടെയൊക്കെ ആശ്രയമാണ് ഈ എല്ലാ നിരാശാവാദികളുടെയും, ആശാവാദികളുടെ അല്ല, എല്ലാ നിരാശവാദികളുടെ ആശ്രയം ഇപ്പോൾ കോൺഗ്രസ്സാണ്. കാരണം പറ്റിയ സ്ഥലം അതാണല്ലോ. പിന്നെ ഈ സമരം ചെയ്തിട്ട് എന്താ മുല്ലപ്പൂ, ചെമ്പരത്തിപ്പൂ ഒന്ന് കാണണം, ഒന്ന് കാണണം ഞങ്ങൾക്ക്. മുല്ലപ്പൂ ചെമ്പരത്തിപ്പൂവായിട്ട് ഇന്ത്യ രാജ്യത്ത് കളിക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. ബംഗ്ലാദേശോ നേപ്പാളോ ഒക്കെ ആക്കാനാണല്ലോ ആഗ്രഹം. ആ വെല്ലുവിളി ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിച്ചിരിക്കുന്നു, ഏറ്റെടുത്തിരിക്കുന്നു. ആ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഞങ്ങൾക്കൊന്ന് കാണണം എത്ര ചുണയുള്ളവരുണ്ടോന്ന്. അത്രയ്ക്ക് ചുണയുള്ളവർ ഇന്ത്യ രാജ്യത്ത്, അത്രയ്ക്ക് ചുണയുള്ളവർ. നിങ്ങൾ ആ സമയത്ത് മമതാ ബാനർജിയോടൊന്ന് ഫോൺ ചെയ്ത് ചോദിക്ക് കേട്ടാ. മമതാ ബാനർജിയോടൊന്ന് ഫോൺ ചെയ്ത് ചോദിക്ക്. നിങ്ങളെ മാപ്പപേക്ഷയുണ്ടല്ലോ, അത് പഠിച്ചു വന്ന പാരമ്പര്യമല്ല കോൺഗ്രസിനുള്ളത് കേട്ടാ. രജിൻ പറഞ്ഞതുപോലെ ഒന്ന് മമതാ ബാനർജിയോട് ചോദിക്കൂ, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തരും. അങ്ങനെ പാർട്ടികൾക്ക് പരസ്യ പിന്തുണയുമായി ദേശവിരുദ്ധ ശക്തികൾ നിലയുറപ്പിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, പ്രത്യേകിച്ച് 2 ദിവസമായി നമ്മൾ രാജ്യ തലസ്ഥാനത്ത് കാണുന്നത്. CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വരികയാണ്. ജോർജ് സോറോസിന്റെ അതുപോലെ ചൈനയുടെ ഒക്കെ വലിയ ഇടപെടൽ ഈ രാജ്യത്തെ അസ്ഥിരമാക്കാൻ ശ്രമിക്കുന്നവരുടെ പുറകിലുണ്ട്. അതൊക്കെയാണ് ഇനി ഇഴകീറി പരിശോധിക്കേണ്ടി വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് നടപടികൾ വളരെ കൃത്യമായി രാജ്യ തലസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്.